അപകടമാണ്. ഈ മൗനം അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. ഇന്ന് രണ്ട് സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നടന്നു കഴിഞ്ഞു. ലക്നൌവിൽ ഗോഡ്സെയ്ക്ക് വേണ്ടി തയ്യാറാവുന്ന ക്ഷേത്രത്തിൻ്റെ പൂജ കഴിഞ്ഞു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിനെ പറ്റിയുള്ള ഗോഡ്സെയെ പറ്റിയുള്ള സിനിമയും കൂടെ ഡൽഹിയിൽ റിലീസാവും. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്താണെന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സോവറിൻ എന്ന് പറഞ്ഞാൽ പരമാധികാരം, സെക്യുലർ മതേതരം, ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ ഒരു കോർപ്പറേറ്റ് അപ്പർ കാസ്റ്റ് ഹിന്ദു സ്റ്റേറ്റ് ആക്കി മാറ്റുകയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ മുമ്പിൽ. ഒരു കോർപ്പറേറ്റ്, ഒരു മുൻജാതി ഹിന്ദു വർഗീയ സ്റ്റേറ്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഈ നരേന്ദ്രഭായ് ദാമോദർദാസ് ഭായ് മോദി എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? ഭുജിലെ ഭൂകമ്പത്തിൽ BJP വളരെ വൃത്തികെട്ട രീതിയിൽ പ്രവർത്തനം കാണിച്ചു വെച്ചപ്പോൾ പഞ്ചാബിലുണ്ടായിരുന്ന ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് 2001 ഇലക്ഷനിൽ മത്സരിപ്പിച്ചിട്ടാണ് 2002 അപ്പോഴാണ് ഗോത്ര നടക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്കറിയാം, ഇയാൾ ചെയ്ത ഏറ്റവും മഹത്തായ കാര്യം 3 ദിവസത്തിനുള്ളിൽ 2000-ലധികം മുസ്ലിങ്ങളെ കൊന്നു. അതിനുശേഷം കുറെ കാലം ഈ RB ശ്രീകുമാർ സാറിന് എന്നെക്കാളും നിന്നറിയാം, എനിക്കറിയാവുന്നിടത്തോളം 33 വ്യാജ ഏറ്റുമുട്ടലുകൾ. അതിനുശേഷം സൊറാബുദ്ദീൻ ഷെയ്ഖിന്റെ കേസോടുകൂടെ അത് മുന്നോട്ട് നിന്നപ്പോഴാണ് വികസനത്തിന്റെ മന്ത്രം വരുന്നത്. അതുവരെ എവിടെയായിരുന്നു ഈ വൈബ്രന്റ് ഗുജറാത്ത്? മറവിയുടെ പ്രശ്നമാണ്. നമ്മൾ എന്തുകൊണ്ട് ബാബറി മസ്ജിദ് തകർക്കുന്നതിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നില്ല? സംസാരിച്ചേ പറ്റൂ. ഇന്ത്യയിൽ ഈ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എപ്പോഴാണ് വരുന്നത്? 92-ൽ കൊണ്ടുവരുന്നത് കോൺഗ്രസ്. ബാബറി മസ്ജിദ് തകർത്തത് RSS സംഘ് പരിവാർ രാഷ്ട്രീയക്കാരാണെങ്കിൽ അത് സമ്മതിച്ചത് ആരാണ്? ഈ കോൺഗ്രസ്. എന്തുകൊണ്ട്? അമ്പലമുണ്ടാക്കാനല്ല. ഇന്ത്യ വർഗീയ വൈരത്തിൽ കത്തുമ്പോൾ അതിന്റെ മറവിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ദലാളായ നമ്മുടെ മൻമോഹൻ സിംഗിന് അത് കൊണ്ടുവരേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് അന്ന് ബാബറി മസ്ജിദ് തകർക്കാൻ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര പട്ടാളമുണ്ട്? ഒരു 2 പട്ടാളം വിജയത്തിന് പോലീസ് ഓർഡറാ. കാലിൽ വെടിവെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓടിപ്പോയിരുന്നില്ല ഇവിടെ. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ വ്യക്തമായി ഇത്രയും കാലം ഇപ്പോ ഗുജറാത്തിന്റെ വികസനത്തിനെ പറ്റി RB ശ്രീകുമാർ പറഞ്ഞു. ശക്തനായ മുഖ്യമന്ത്രി. ശരിയാണ്, ശക്തനായ മുഖ്യമന്ത്രി. എന്താണ് ഈ ശക്തനായ മുഖ്യമന്ത്രി ചെയ്തത്? വിദ്യാഭ്യാസം, വെള്ളം, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ട്, ഇതെന്തെങ്കിലും അവിടുത്തെ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? അതോ കോർപ്പറേറ്റുകൾക്ക് മൊത്തമായി വിറ്റ് കൊടുത്തോ? കച്ചിൽ 1 സ്ക്വയർ മീറ്റർ ഭൂമി മോദി വെങ്കയ്യ നായിഡു വിൽക്കുന്നത് 15 പൈസക്കാണ്. അദാനിക്ക് വിൽക്കുന്നത് 30 പൈസ, ടാറ്റയ്ക്ക് വിൽക്കുന്നത് 35 പൈസ. ഇത് വികസനമാണെങ്കിൽ, ഇത് ശക്തമായ നേതൃത്വമാണെങ്കിൽ ആ നേതൃത്വമല്ല ഇന്ത്യക്ക് വേണ്ടത്. ഈ നേതൃത്വം തുറന്നേ പറ്റൂ. കാരണം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാത്ത മുതലാളിത്തം. ഈ ചങ്ങാത്ത മുതലാളിത്തമാണ് ഇന്നിവിടെ മോദി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മോദിക്ക് വേണ്ടി 2009-ൽ വൈബ്രന്റ് ഗുജറാത്ത്, വികസന ഗുജറാത്ത്, സജീവ ഗുജറാത്ത് ക്യാമ്പയിൻ തുടങ്ങിയത് ആരാണ്? അദാനി, അംബാനി തുടങ്ങിയ ഇന്ത്യയിലെ മുതലാളിത്ത കോർപ്പറേറ്റുകൾ. ആപ്കോ എന്ന് പറയുന്ന അമേരിക്കൻ പ്രൈവറ്റ് PR ഏജൻസിനെ കൊണ്ട് ഇന്നിപ്പോ 10 ലക്ഷത്തിന്റെ സൂട്ട് ഇദ്ദേഹം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്തത് ഈ ആപ്കോ ആണ്. ആപ്കോ എന്ന് പറഞ്ഞ ജൂത കമ്പനിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് ഇന്ത്യ ആദ്യം കണ്ടത്? ഒരു വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു ഗ്ലോബലൈസേഷൻ, ഒരു ലിബറൽ ആഗോളവൽക്കരണം. അത് നടന്നില്ല. പിന്നെ കുറച്ചുകൂടെ ശക്തമായ ഒരു ലിബർട്ടേറിയൻ ആഗോളവൽക്കരണം, അതും നടന്നില്ല. അപ്പോഴാണ് ഈ അംബാനിക്കും അദാനിക്കും വ്യവസായ പ്രതിനിധിമാർക്കും മുസ്ലിം വിരോധമുണ്ടോ? ഇല്ല. അവർക്ക് വിരോധങ്ങളല്ല, പൈസയോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു കോർപ്പറേറ്റ് ഫാസിസ്റ്റ് ആഗോളവൽക്കരണം നടത്താൻ വേണ്ടി ഇദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ലോകത്ത് ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തെ ആരാണ് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്? ഇന്ന് എന്തുകൊണ്ട് RB ശ്രീകുമാർ സാറിന് പറയേണ്ടി വന്നു നിങ്ങൾ കൈവെട്ട് പോലുള്ള കാരണങ്ങൾ ചെയ്യരുത്? ഞാൻ അതിന്റെ വേറൊരു മുഖം പറയുന്നു.
ഈ ഇസ്ലാമോഫോബിയ എന്നൊരു സാധനമുണ്ട്. അതായത് ഇസ്ലാം മതത്തിനെതിരായും ഇസ്ലാം മതവിശ്വാസികൾക്കെതിരായും കോർപ്പറേറ്റ് മീഡിയയുടെ സഹായത്തോടുകൂടി അമേരിക്കൻ സാമ്രാജ്യത്വം, സംഘ് പരിവാർ തുടങ്ങിയവരെ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു വലിയൊരു പ്രൊപ്പഗാൻഡ. ഇപ്പോ 2001 ഡിസംബർ 12-ാം തീയതി അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി കൃത്യമായി ഇന്ത്യൻ പാർലമെന്റിൽ പറയുന്നു, നമ്മുടെ പാർലമെന്റിൽ there is an imminent attack in our parliament. നമ്മുടെ പാർലമെന്റിന്റെ മോഡലിൽ അടുത്തന്നെ ഒരു അറ്റാക്ക് ഉണ്ടാവും. ഡിസംബർ 13-ാം തീയതി അറ്റാക്ക് നടക്കുന്നു. ഇന്ന് ഇദ്ദേഹത്തിന്റെ ഒപ്പം കൊലീഗായിരുന്ന സതീഷ് വർമ്മ IPS പറയുന്നു, സതീഷ് വർമ്മ IPS എന്ന ജുനാഗഡ് പോലീസ് കോളേജിന്റെ ഹെഡാണ്. അദ്ദേഹം പറയുന്നു 2001 പാർലമെന്റ് അറ്റാക്ക് ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ വളർത്താനും അതിന്റെ മറവിൽ ഭീകര നിയമങ്ങൾ കൊണ്ടുവരാനുമായിരുന്നു. അതുപോലെ തന്നെ ഒരു അക്ഷർധാം, ഇദ്ദേഹത്തിന്റെ ഒപ്പം ജൂനിയറായിട്ട് വർക്ക് ചെയ്ത സഞ്ജീവ് ഭട്ട് IPS എനിക്ക് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഈ അക്ഷർധാമിലുള്ള 2 തീവ്രവാദികൾ എന്ന് പറയുന്നവരെ ജമ്മുവിൽ നിന്ന് പിടിച്ചുകൊണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസി നടത്തിയ ഒരു ശക്തി പരീക്ഷണം, തെറ്റായി പോയൊരു ശക്തി പരീക്ഷണമായിരുന്നു അക്ഷർധാം. 2 പേരുടെ ബോഡിയിൽ സുന്നത്ത് കൂടെ ഉണ്ടായിരുന്നില്ല. അവരെ കബറടക്കാൻ വേണ്ടി ലോക്കൽ മുസ്ലിം സമുദായത്തിന് കൊടുത്തപ്പോൾ അവർ ഇത് ചൂണ്ടിക്കാട്ടി. അപ്പൊ മൃതദേഹത്തിന്റെ ബോഡി സുന്നത്ത് നടത്തിയിട്ട് തിരിച്ചു കൊടുത്തു. ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞപ്പോ ഈ അക്ഷർധാമിലുള്ള എല്ലാവരെയും കോടതി വിട്ടയച്ചു. അതുപോലെ തന്നെ ഇതേ സതീഷ് വർമ്മ IPS പറയുന്നു, ബോംബെ ആക്രമണം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഛത്രപതി ശിവജി ടെർമിനസിൽ 550 CCTV ഉണ്ട്. ഈ CCTV അജ്മൽ കസബിന്റെ ലോയർ ചോദിക്കുകയാണ്, ഒന്ന് കാണണം. അപ്പൊ ഇവർ പറയുന്നത് ഈ 550 CCTV ഒറ്റയടിക്ക് കടയിൽ പോയി. ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, അമേരിക്കൻ സാമ്രാജ്യത്വം എപ്പോൾ എല്ലാം കൃത്യമായിട്ട് നടക്കുന്ന സാധനമാണ്. എന്താണ് ഈ ISIS ചെയ്യുന്നതോ മുസ്ലിം തീവ്രവാദ വിഭാഗം ചെയ്യുന്നതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനല്ല. ISIS എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വാട്ടർ കമ്പനി ഓൺ ചെയ്യുന്നത് ഇപ്പോഴത്തെ അതിന്റെ ഡയറക്ടർ ഡിക് ചിനി, ബുഷ് ഫാമിലിയാണ് ISIS. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൈവെട്ടിയാലും ഇല്ലെങ്കിലും മുസ്ലിം സമുദായത്തിനെ പീഡിപ്പിക്കാനും ടാർഗറ്റ് ചെയ്യാനും അതിന്റെ മറവിൽ ഇവിടുത്തെ ഗ്ലോബൽ കുത്തക കമ്പനികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് RB ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ തന്നെ ചങ്ങായ മുതലാളിത്തം, അതായത് ഇവിടെയുള്ള ഖനികളെയും മരങ്ങളെയും പുഴകളെയും എല്ലാം വറ്റി നാശമാക്കി കൊണ്ടുപോകുന്ന അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായി നടക്കുന്ന ഒരു സംഭവമാണ്. അതിന് RSS എപ്പോഴും 2 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വാജ്പേയി ഇലക്ഷൻ നേരിട്ടപ്പോ 2004 ഇലക്ഷൻ നേരിട്ടപ്പോ എന്തുകൊണ്ട് ഹിന്ദു മിലിറ്റന്റ് ഫാസിസം പറഞ്ഞില്ല? അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഷൈനിങ്, ഒന്നില്ലെങ്കിൽ ഇന്ത്യ ഷൈനിങ്. 2 സ്ട്രാറ്റജി. എന്തുകൊണ്ട് അവിശുദ്ധ യുദ്ധം? എല്ലാവരും പറഞ്ഞു ജിഹാദ് വിശുദ്ധ യുദ്ധം. ഞാൻ പറഞ്ഞു ഇത് അവിശുദ്ധ യുദ്ധം. കാരണം ഒരു സ്ട്രാറ്റജി, RSSന്റെ സംഘ് പരിവാറിന്റെ ഒരു സ്ട്രാറ്റജി എപ്പോഴും കപട വികസനം, അതായത് ഫാദർലാൻഡ്, ഹിറ്റ്ലർ പറഞ്ഞ സാധനം ഡെവലപ്മെന്റ് ഓഫ് ദ ഫാദർലാൻഡ്, അല്ലെങ്കിൽ നമ്മുടെ മാതൃരാജ്യത്തിന്റെ വികസനം. അത് കൊണ്ടുവരുന്നില്ല. ഇന്ത്യ പാവപ്പെട്ടതിനെ കൂടുതൽ ചൂഷണം ചെയ്ത് എന്തുകൊണ്ട് ഇന്ത്യയിൽ 650 മില്യൺ ആളുകൾ റോഡിൽ കക്കൂസിൽ പോകുന്നു? ഇവിടുത്തെ കക്കൂസ് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കേണ്ടത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് അത് കഴുകുന്ന, അത് ക്ലീൻ ചെയ്യുന്ന ഇവിടുത്തെ പാവപ്പെട്ട ദളിത് വാൽമീകി സമൂഹത്തിനെ ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കാൻ സ്വച്ഛ ഭാരത് ആണെങ്കിൽ നിർമ്മൽ ഭാരത് ക്യാമ്പയിൻ ഉണ്ടാക്കിയാൽ നടക്കൂല. കാരണം നാളെ ഇവിടുന്ന് റോഡിൽ കക്കൂസ് പോയാൽ പറ്റൂ. അല്ലാണ്ട് മോദി എന്തുകൊണ്ട് ഇവിടെ 650 മില്യൺ ടോയ്ലറ്റ്സ് ഉണ്ടാക്കുമെന്ന് പറയുന്നില്ല? അതല്ലേ പറയുന്നത്? അതേ സമയം തന്നെ ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം, ഡിസംബറിൽ 23 ദിവസമാണ് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇന്ത്യയിലെ ഏറ്റവും പൈസക്കാരനായിട്ടുള്ള ഏറ്റവും പൈസയുള്ള കോർപ്പറേഷനാണ്. ഈ കോർപ്പറേഷനിൽ കൃത്യമായിട്ട് 26 ദിവസം ദളിത് സമൂഹം, വാൽമീകി സമൂഹം, അവിടുത്തെ സ്വീപ്പേഴ്സിന് മിനിമം വേജസ് ഒരു ദിവസം 220 ഉറുപ്പിക 8 മണിക്കൂറെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നു. അവസാനത്തെ നിമിഷം മോദി ഇതിന് മാത്രമേ തോറ്റിട്ടുള്ളൂ. മോദി തോറ്റത് ഇന്ത്യയിലെ ദളിത് സമൂഹത്തിനാണ്, ഗുജറാത്തിലെ ദളിത് സമൂഹത്തിനടുത്താണ്. അവരോട് പറഞ്ഞത് ഞാൻ കാംദാറാണ്, ഞാൻ നിങ്ങളെ പോലെ പണിയെടുക്കുന്നവനാണ്. അപ്പൊ അതേ ദളിത് സമൂഹത്തിന്റെ നേതാവ് പറഞ്ഞു, നിങ്ങൾ കാംദാറല്ല നാംദാറാണ്. നാംദാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേര് മാത്രമേ വേണ്ടൂ, അല്ലാണ്ട് നിങ്ങൾ പണിയെടുക്കുന്നവരല്ല. അവസാനം മോദി മുട്ടുമടക്കി. ജനുവരിയിൽ അവിടുത്തെ വാൽമീകി സമൂഹം, ഈവൻ പുറത്തുള്ള വാൽമീകി ദളിത് സമൂഹത്തിലെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഗുണ്ടായിസത്തിന് വരെ ട്രൈ ചെയ്തപ്പോൾ ഇവരെ അടിച്ചോടിച്ചിട്ടാണ് ഇവർ ജയിച്ചത്. അപ്പൊ സ്വച്ഛ് ഭാരത് ക്യാമ്പയിൻ അല്ലാണ്ട് മുഖം മിനുക്കുന്ന ക്യാമ്പയിനുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യയിലെ
ഇവിടുത്തെ പാവപ്പെട്ടവനെ, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ, ഇവിടുത്തെ ദളിതുകളെ, ഇവിടുത്തെ ആദിവാസികളെ, ഇവിടുത്തെ സ്ത്രീകളെ, ഇവിടുത്തെ വർക്കേഴ്സിന്റെ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കണം. അല്ലാണ്ട് ഈ കോർപ്പറേറ്റ് ജനാധിപത്യം നമുക്ക് ഒരു കാര്യമില്ല. ഇന്ന് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ സിറ്റിയിൽ ഒരു ജെയ്സൺ കൂപ്പർ എന്ന് പറഞ്ഞ ഒരാളെ മാവോവാദികളുടെ UAPയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് NCHRന്റെ മീറ്റിംഗ് നടത്തുന്ന അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ സാരഥി. ഇതാണ് ഇന്ത്യൻ സ്റ്റേറ്റും. എന്താണ് ഈ UAP? അത് പറഞ്ഞ് നിർത്താം. ഈ UAP എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് ആക്രമണം, അതും അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെ പേരുണ്ടാക്കിയ പാട്രിയോട്ട് ആക്ടിന്റെ അതേ പതിപ്പാണ് ഈ UAP. അതല്ലാതെ ഒന്നുമല്ല. അപ്പൊ ഈ ഭരണകൂടം, ഈ കോർപ്പറേറ്റ് ഗ്രൂപ്പ്, ഈ ഫാസിസ്റ്റ് വികസനം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് ഇസ്ലാമോഫോബിയ, രണ്ടാമത് ഭീകര നിയമങ്ങൾ. ഇതൊരു ഭയങ്കര, അതുകൊണ്ട് ഇത് തിരിച്ചറിയണം. RV ശ്രീമാർക്ക് സർ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം എടുത്തു ചാടിയിട്ടുള്ള ഒരു നയം കൊണ്ട് ഇതിനെ നേരിടാൻ പറ്റില്ല. ഒരു കൃത്യമായിട്ടുള്ള ഒരു മതന്യൂനപക്ഷ, ദളിത്, ആദിവാസി, സ്ത്രീ, തൊഴിലാളി ഐക്യം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ സംഘ് പരിവാറിനെയും ഫാസിസ്റ്റുകളെയും അമേരിക്കൻ സാമ്രാജ്യത്തെയും ഇതാക്കാൻ പറ്റും. എനിക്ക് ആകെ കൂടെ PFIനോട് പറയാവുന്നത്, അത് അവരുടെ സംസ്ഥാന പ്രസിഡന്റ് സാർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു തുടർച്ചയായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം ഇയാളത്തെ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അവർക്ക് നമുക്ക് വേറെ വഴിയില്ല. നമുക്ക് ഇവരെ ചെറുത്ത് തോൽപ്പിച്ചേ